പക്ഷേ റഹീസ് തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ ഒരു ഇളവുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഏറ്റെടുക്കുകയാണെങ്കിൽ, തോമസ് ഐസക് അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സെൻട്രലിലേക്ക് തോമസ് ഐസക് വന്നേക്കാം എന്നുള്ളതാണ്. അവിടെ കനത്ത മത്സരം അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. ആന്റണി രാജുവിന്റെ ഒരു ആന്റി ഇൻകംബൻസി കേസിൽ ശിക്ഷിക്കപ്പെട്ട അയോഗ്യനാക്കപ്പെട്ട MLA ആണ് ആന്റണി രാജു. അപ്പോൾ ആന്റണി രാജുവിന്റെ സ്ഥലത്ത് തോമസ് ഐസക് മത്സരിക്കാൻ വരുന്നത് ഒരു സാധ്യതയാണ്. പേരാവൂരിലെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട് റഹീസ്. പേരാവൂരിൽ മത്സരിക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാലും അതിനുള്ള താല്പര്യം ഒരുപക്ഷേ കെ ശൈലജ പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. പേരാവൂരിലെ മാറുന്ന ഒരു പൊളിറ്റിക്കൽ ജോഗ്രഫി അനുസരിച്ച് അവിടെ സണ്ണി വക്കീലിന് സാധ്യത കൂടുതലാണ്. വടകരയിൽ തോറ്റ് വീണ്ടും പേരാവൂരും കൂടി തോറ്റാൽ കെ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയാൽ കെ ശൈലജ മത്സരിക്കുമോ പേരാവൂരിൽ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, 2 ടേം നിബന്ധനയുടെ പുറത്ത് മാറ്റി നിർത്തപ്പെട്ടവർ ഇക്കുറി തെരഞ്ഞെടുപ്പിനിറങ്ങില്ല. അപ്പോൾ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് മത്സരിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള വിവരമാണ്. സുരേഷ് കുറുപ്പിനെ കുറിച്ച് ചില അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അദ്ദേഹം തന്നെ തള്ളി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന്റെ ലിസ്റ്റിൽ ചില ഇടപെടലുകൾ വരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ മാറ്റങ്ങളില്ലെങ്കിലും സ്വരാജും PK ബിജുവും മത്സരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ദിലീപ് മാറുമോ അതല്ല കായംകുളത്ത് പ്രതിഭ മാറുമോ എന്നുള്ളതാണ് ചോദ്യം. നാസറിന് സീറ്റ് കൊടുത്തേ പറ്റൂ. അതെവിടെ മത്സരിപ്പിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ആർക്കാണ് സാധ്യത കൂടുതൽ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? അത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തന്നെ ആയിരിക്കുമോ തീരുമാനിക്കുക? ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെതായിരിക്കും അന്തിമ തീരുമാനം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അരൂരിൽ നിന്ന് ദലീമ ജോജോ മാറാനാണ് സാധ്യത കൂടുതൽ. പ്രതിഭ കായംകുളത്ത് തുടരും എന്നതാണ് ഏറ്റവും അവസാനമായി പാർട്ടി നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തോമസ് ഐസക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കും എന്ന കാര്യത്തിലായിരുന്നു ആദ്യം മുതൽ ചർച്ചകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്ത പേരിൽ തോമസ് ഐസക്കിന്റെ പേരുണ്ടായിരുന്നില്ല. പകരം സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പറയുന്നത് തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ തോമസ് ഐസക്കിനെ അവിടെ പരിഗണിക്കുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ LDF-നകത്ത് കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റെടുക്കണം എന്ന ചർച്ചകൾ തന്നെയാണ് കൂടുതൽ. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നിർബന്ധമായും ആ സീറ്റ് ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതിനൊരു സാധ്യത മാത്രമാണ്. അതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി, നിലവിലെ വിധിക്ക് സ്റ്റേ കിട്ടുമെന്ന് ആന്റണി രാജു പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അതൊരു കയ്യാലപ്പുറത്തിരിക്കുന്ന സാധ്യത എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രാദേശികമായി ചില ആളുകളെ CPM നേതാക്കൾ സംസാരിക്കുന്നുമുണ്ട്. കാരണം ചിലപ്പോൾ സംസ്ഥാന നേതൃത്വം ഒഴിവാക്കിയ ആരും വേണ്ട എന്ന നിലപാട് വന്നാൽ ഐസക്ക് ഉണ്ടാവാനും സാധ്യതയില്ല. പക്ഷെ പരിഗണനയിലുള്ളത് ഐസക്ക് മാത്രമാണ് എന്നതാണ് സംസ്ഥാന നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 5-ാം തീയതി CPM-ന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പൂർണ്ണ രൂപമാവുകയും ചെയ്യും. ഇപ്പോൾ 2-3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഊഹാപോഹങ്ങൾക്കൊന്നും പരമാവധി ആയുസ് 3 ദിവസം മാത്രമാണ് സമഗ്ര ചിത്രം തെളിയാൻ പോകുന്നത്. ഇവിടെ മാത്രമല്ല, UDF-ന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ യാത്ര പൂർത്തിയാക്കിയാലുടൻ UDF-ന്റെ ലിസ്റ്റും പുറത്തു വരും. 50ഓളം സീറ്റുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായി. അവിടെയൊന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 5-ാം തീയതി 6-ാം തീയതി അടുപ്പിച്ച് UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥി ചിത്രം തെളിയും.